എല്ലാവർക്കും സിങ്ക്രോൺ ടെക് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന മോഡ്യൂളിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെസിസ്റ്റൻസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എപ്പോഴാണ് ഡിസ്കസ് ചെയ്തത്? ഓംസ് ലോനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞത്. റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ഓപ്പോസിഷൻ ടു കറണ്ട് ഫ്ലോ ഇൻ എ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു ഓപ്പോസിഷൻ നടക്കുന്നുണ്ട്. അതിപ്പോൾ എത്ര പെർഫെക്റ്റ് കണ്ടക്ടർ ആയാലും ഒരു ഓപ്പോസിഷൻ നടക്കുന്നുണ്ട്. ആ ഓപ്പോസിഷൻ്റെ അളവിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓംസ് ലോയിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടും. ഓംസ് ലോ എന്താണ്? വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. സോ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ആ കോൺസ്റ്റൻ്റ് ആണ്, ആ കോൺസ്റ്റൻ്റ് ആർ ആണ് റെസിസ്റ്റൻസ്. സോ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. അതാണ് റെസിസ്റ്റൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ഒരു സർക്യൂട്ടിൽ അക്രോസ് ഉള്ള വോൾട്ടേജിനെ ആ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് കിട്ടും. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓം ആണ്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓം ആണ്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസിന് വേറൊരു യൂണിറ്റ് കൂടി എഴുതാം. എന്താണ്? വോൾട്ട് പെർ ആംപ്സ്, വി ബൈ എ എന്നൊരു ഇക്വേഷൻ കൂടി എഴുതാം. കാരണം ഞാനിങ്ങനെ പറയാൻ കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. PSC റെയിൽവേയിലും എല്ലാം ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, കോമ്പറ്റേറ്റീവ് എക്സാംസ്. റെസിസ്റ്റിവിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് റോ കൊണ്ടാണ്. റെസിസ്റ്റൻസ് അല്ല, റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നും പറയും, സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നും കൂടെ പറയും. എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് നോക്കാം. നമ്മളുടെ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിന് എന്തായാലും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ ഇല്ല. എല്ലാ കണ്ടക്ടറിനും വലുതല്ലെങ്കിൽ ചെറിയ ഒരു റെസിസ്റ്റൻസ് എല്ലാ കണ്ടക്ടറുകൾക്കും ഉണ്ട്. അല്ലാതെ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു ഫിനോമിനൊക്കെ ഉണ്ട്. അത് വേറൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലോട്ട് താണു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കണ്ടക്ടേഴ്സ് സൂപ്പർ കണ്ടക്ടറൊക്കെ ആയിട്ട് ആക്ട് ചെയ്യും. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ, നമ്മളുടെ കണ്ടീഷനിൽ നോക്കുമ്പോൾ എല്ലാ കണ്ടക്ടേഴ്സിനും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഒരു സർക്യൂട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടറിലെ റെസിസ്റ്റൻസ് കാരണം ചെറിയ ഹീറ്റ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ആ കണ്ടക്ടറിലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിലുണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടറിൻ്റെ ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ആ കണ്ടക്ടറിൻ്റെ ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത്ത്. അതേപോലെ തന്നെ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ, ഒരു കണ്ടക്ടർ ഇതാണ് കണ്ടക്ടർ, ഇതിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നു, എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. ലെങ്ത് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. എ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. സോ ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഈ റോയിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ റോയിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ പറയാം, PSCയിൽ വന്നിട്ടുള്ള. താഴെ കൊടുത്തിരിക്കുന്നതിൽ റെസിസ്റ്റിവിറ്റിയെ ബാധിക്കുന്ന ഏതാണ് റെസിസ്റ്റിവിറ്റിയെ ബാധിക്കുന്ന ഘടകം ഏതാണ്? ലെങ്ത് തന്നിട്ടുണ്ട്, ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് ലെങ്ത്. അങ്ങനെയാണ് 4 ഓപ്ഷൻസ്. കുറേ പേര്
ശരിയാണ്. ഈ ഒരു ഇക്വേഷൻ ഓർമ്മയുണ്ടാവും. ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ആ ഓർമ്മയിൽ എല്ലും എയും എടുത്ത് എഴുതും. പക്ഷേ ഉത്തരം തെറ്റും. റെസിസ്റ്റിവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ മെറ്റീരിയൽ എന്തുകൊണ്ടാണോ ഉണ്ടാക്കിയത്, അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്താണോ അല്ലെങ്കിൽ ഏത് എലമെൻ്റ് ആണോ അതാണ് റെസിസ്റ്റിവിറ്റി റോയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. സോ ഒരു റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. റെസിസ്റ്റിവിറ്റി പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഓം മീറ്റർ ആണ്. ഓം പെർ മീറ്റർ അല്ല, ഓം മീറ്റർ ആണ്. അത് നമുക്ക് ഇത് ഇക്വേഷനിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. റോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റോ ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഇൻറ്റു എ ബൈ എൽ ആണ്. ഇപ്പോൾ ഈ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം സ്ക്വയർ ആണ് എയുടെ ഇത്, എൽ യൂണിറ്റ്. നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ അല്ലേ? ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. സോ റോ ഇസ് ഈക്വൽ ടു, റോനെ നമുക്ക് എന്ത് എഴുതാം? ആർ ഇൻറ്റു എ ബൈ എൽ എന്ന് എഴുതാം. സോ ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്താണ്? ആറിൻ്റെ യൂണിറ്റ് എന്താണ്? ആറിൻ്റെ യൂണിറ്റ് ഓം ആണ് അല്ലേ? ആറിൻ്റെ യൂണിറ്റ് ഓം ആണ്. എയുടെ യൂണിറ്റ് എന്താ? എയുടെ യൂണിറ്റ് എം സ്ക്വയർ ആണ്. എല്ലിൻ്റെ യൂണിറ്റ് എം ആണ്. സോ ഇതിൽ നിന്നൊരു എമ്മും എം സ്ക്വയറിൽ നിന്നൊരു എമ്മും വെട്ടി പോകുമ്പോൾ ഓം മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ മെറ്റീരിയൽ എന്തുകൊണ്ടാണോ ആ റെസിസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെ മാത്രമാണ് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്, ലെങ്ത്തിനെയോ ഏരിയയോനെ അല്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോയിന്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തെറ്റിപ്പോകരുത്. ആ ഇക്വേഷൻ ആലോചിച്ച് നമ്മൾ ലെങ്ത്തും ഏരിയയോ എഴുതരുത്. ഇനി കുറച്ച് PSC വരാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് ലെങ്ത് ഓഫ് എ കണ്ടക്ടർ ഡബിൾഡ്, റെസിസ്റ്റൻസ് വിൽ ബി ഡബിൾഡ്. ആ ഇക്വേഷൻ നമ്മൾ ആലോചിച്ചാൽ മതി. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. സോ എൽ കൂടിയാൽ, എൽ ഡബിൾ ആയാൽ 2L ആയാൽ റെസിസ്റ്റൻസും 2L ആവും, 2R ആവും. ഓക്കെ, എൽ ഡബിൾ ആയാൽ റെസിസ്റ്റൻസും ഡബിൾ ആവും. ഇഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡബിൾഡ്, റെസിസ്റ്റൻസ് ബിക്കം ഹാഫ്. അതാണ് ഏരിയ ഇവിടെ താഴെയാണ് കിടക്കുന്നത്. ഇത് ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 വരും, A × 2 വരും. സോ റെസിസ്റ്റൻസും പകുതിയാവും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഹാഫ് ആക്കിയാൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് ഡബിൾ ആവും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഹാഫ് ആക്കിയാൽ റെസിസ്റ്റൻസ് ഡബിൾ ആവും. കാരണം ഇവിടെ ബൈ 2 ആവുമ്പോൾ ഇവിടെ 2 വരും. അപ്പോൾ റെസിസ്റ്റൻസും 2 മടങ്ങാവും. ഓക്കെ, ഇനി ഡയമീറ്റർ ഓഫ് കണ്ടക്ടർ ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എ എന്ന് പറഞ്ഞാൽ πr സ്ക്വയർ ആണ്, അല്ലെങ്കിൽ πd/2 ഹോൾ സ്ക്വയർ. πd/2 ഹോൾ സ്ക്വയർ ആണ് അല്ലേ? ആറ് റേഡിയസ് ഡയമീറ്ററിൻ്റെ പകുതിയാണ് 6. സോ πd/2 ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ വരുമ്പോൾ ഇത് d/2, അടിയിലുള്ള 2 എന്താവും? 4 ആവും. 4 ആവുമ്പോൾ എന്ത് പറ്റും? റെസിസ്റ്റൻസ് 4/1 ചുരുങ്ങും. ഇപ്പോൾ ഡയമീറ്റർ നമ്മൾ ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് 4/1 ചുരുങ്ങും. അപ്പോൾ ഡയമീറ്റർ നമ്മൾ ഹാഫ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഡയമീറ്റർ ഹാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് 4 മടങ്ങ് കൂടും. ഡയമീറ്റർ ഹാഫ് ചെയ്താൽ റെസിസ്റ്റൻസ് 4 മടങ്ങ് കൂടും. ഇതെല്ലാം ചോദിക്കാറുണ്ട്. ലെങ്ത്ത്, ഏരിയ, ഡയമീറ്റർ, ഇതെല്ലാം. ഒന്നില്ലെങ്കിൽ ഡയമീറ്റർ പകുതിയാണെങ്കിൽ റെസിസ്റ്റൻസ് എത്രയാണ്, ഡയമീറ്റർ ഇരട്ടിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എത്രയാവും, അല്ലെങ്കിൽ രണ്ടും ചേർത്ത് കൂടെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡബിൾ ചെയ്തു, ലെങ്ത്ത് പകുതിയാക്കി, അപ്പോൾ എത്ര വ്യത്യാസം വരും? സോ അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് ഇത്ര എഴുതാം. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. എല്ലാ മെറ്റീരിയലിൻ്റെയും റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് അനുസരിച്ച് മാറുന്നുണ്ട്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസിനും ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ ഓരോ ഡിഗ്രി കൂടുമ്പോഴും
ഒരു സബ്സ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസിന് വരുന്ന മാറ്റത്തിൻ്റെ അളവിനെയാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓരോ ഡിഗ്രി ചേഞ്ച് ചെയ്യുമ്പോഴും റെസിസ്റ്റൻസിൽ എത്ര മാറ്റം വരുന്നുണ്ട് എന്നതിൻ്റെ അളവിനെയാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. The measure of change in electrical resistance of any substance per degree of temperature change. ഓക്കെ, താഴെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. R = R റെഫറൻസ്. R റെഫറൻസ് അല്ലെങ്കിൽ R0 അല്ലെങ്കിൽ എന്നും കൂടെ വേണമെങ്കിൽ പറയാം. 1 + α t - t റെഫറൻസ് അല്ലെങ്കിൽ T0 അങ്ങനെ വേണമെങ്കിലും പറയാം. ഇതിലെ ഈ ആൽഫയാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. എന്താണ് R? നമ്മൾ ഒരു ഹീറ്റ് കോയിലിൻ്റെ കാര്യം എടുക്കാം. ഹീറ്റ് കോയിലിൽ ഉപയോഗിക്കുന്നത് നിക്രോമാണ്. നിക്രോം എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് ഹീറ്റ് കോയിലിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ആ നിക്രോം 200 ഡിഗ്രി എത്തി. ആ ഹീറ്റ് കോയിലിൽ 200 ഡിഗ്രി സെൽഷ്യസ് എത്തി എന്ന് വിചാരിക്കാം. അതാണ് ഈ ടി എന്ന് പറഞ്ഞാൽ ആ 200 ഡിഗ്രി സെൽഷ്യസിൽ. ഇപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിലാണ് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അത് ഹീറ്റായിട്ട് 200 ഡിഗ്രി സെൽഷ്യസിലായി. സോ ആ 200 ഡിഗ്രി സെൽഷ്യസ് ആണ് ടി. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 200 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഹീറ്റ് കോയിലിൻ്റെ റെസിസ്റ്റൻസിനെയാണ് R എന്ന് പറയുന്നത്. ഈ 200 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് കോയിലിൻ്റെ റെസിസ്റ്റൻസിനെയാണ് R എന്ന് പറയുന്നത്. R റെഫറൻസ് 20 ഡിഗ്രി എടുക്കും, അല്ലെങ്കിൽ 0 ഡിഗ്രി എടുക്കാറുണ്ട്. 0 ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ R0 റെഫറൻസ് ടെമ്പറേച്ചർ 0 ആണെന്ന് വിചാരിക്കും. R0 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഉള്ള റെസിസ്റ്റൻസ് ആണ് R റെഫറൻസ്. 0 ഡിഗ്രി ടെമ്പറേച്ചർ ആണ് ഈ ടി റെഫറൻസ്. ഇപ്പോൾ 20 നമ്മൾ എടുക്കുന്നത് റെഫറൻസ് ടെമ്പറേച്ചറായിട്ട് എടുക്കുന്നതെങ്കിൽ ഇത് 20. ടി റെഫറൻസ് എന്ന് പറഞ്ഞാൽ 20. R റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ്. ആൽഫ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ നമുക്കൊരു പ്രോബ്ലം എല്ലാം ചോദിക്കാം. ഡിപ്ലോമ ലെവലെല്ലാം ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലം വരുന്നത് ഇങ്ങനെയായിരിക്കും. പ്രോബ്ലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിലമെൻ്റ് ഉണ്ടാവും. ഒരു ഫിലമെൻറ്റിൻ്റെ 0 ഡിഗ്രി ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ടി റെഫറൻസും കിട്ടും. അതേമാതിരി R റെഫറൻസും തന്നിട്ടുണ്ടാവും. R റെഫറൻസും നമുക്ക് തന്നിട്ടുണ്ടാവും. R റെഫറൻസ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയിലാണ് പറയുന്നുണ്ടെങ്കിൽ 0 ഡിഗ്രിയിൽ എത്രയാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതും തന്നിട്ടുണ്ടാവും. അതേപോലെ ആ മെറ്റീരിയൽ, ഇപ്പോൾ ഫിലമെൻ്റ് ആണെങ്കിൽ ആ ഫിലമെൻ്റ് ടങ്സ്റ്റൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസും തന്നു കാണും. അപ്പോൾ ആൽഫ ഉണ്ടാവും. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക ഈക്വേഷനിൽ ഈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ചോദിക്കും 80 ഡിഗ്രി സെൽഷ്യസിൽ ആ ഫിലമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക, കണ്ടുപിടിക്കുക. ഈ ഈക്വേഷൻ നമുക്കറിയാം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ആ ഉത്തരം എഴുതാൻ കഴിയും. സാധാരണ രീതിയിൽ നല്ല കണ്ടക്ടേഴ്സിന് എല്ലാം പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അതായത് എന്താണ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടും, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടും. സോ കോപ്പറിനും അലുമിനിയത്തിനും വെള്ളിക്കും സ്വർണത്തിനും എല്ലാത്തിനും പോസിറ്റീവ് ടെമ്പറേച്ചർ ഓഫ് കോഎഫിഷ്യൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ക്വസ്റ്റ്യൻ ഉണ്ടാവും. എല്ലാ കണ്ടക്ടേഴ്സിനും ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് പോസിറ്റീവാണ്. കാർബണ് നെഗറ്റീവാണ്. സെമി കണ്ടക്ടേഴ്സിന് നെഗറ്റീവാണ്. ഓക്കെ, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, കാർബണിൻ്റെ എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ എല്ലാ സെമി കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും എല്ലാം ഇലക്ട്രോലൈറ്റ്സിന് എല്ലാം ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് നെഗറ്റീവാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ കണ്ടക്ടേഴ്സിന് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് പോസിറ്റീവാണ്. ഇലക്ട്രോലൈറ്റ്, കാർബൺ, സെമി കണ്ടക്ടേഴ്സ് എന്നിവയ്ക്ക് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് നെഗറ്റീവാണ്. എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയും. ഇപ്പോൾ ഇലക്ട്രോലൈറ്റിലാണെങ്കിൽ
ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, കാർബണിൻ്റെ ടെമ്പറേച്ചർ കോഷ്യൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് 0.00048. 0.00048. അതേമാതിരി ഈ ടെമ്പറേച്ചർ കോഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതാം? ടെമ്പറേച്ചർ കോഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1/degree Celsius ആണ്. 1/degree Celsius ആണ്. ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1 ആണ്. ഓക്കെ, ഇനി 0 ടെമ്പറേച്ചർ കോഷ്യൻ്റ് ഉള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സോ കോൺസ്റ്റൻറ്റാൻ അല്ലെങ്കിൽ യുറേക്ക എന്ന് പറയും. കോൺസ്റ്റൻറ്റാൻ അല്ലെങ്കിൽ യുറേക്ക എന്ന് പറയും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, കോൺസ്റ്റൻറ്റാൻ ആൻഡ് യുറേക്ക. പിന്നെ മെൻഗാനിൻ അങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം എന്ന് വിചാരിക്കുന്നു. മെൻഗാനിൻ എന്ന് പറയുന്ന മെറ്റീരിയലുണ്ട്, അതിൻ്റെയും നമ്മൾ പഠിക്കണം. സോ ഇതിന് രണ്ടിൻ്റെയും ടെമ്പറേച്ചർ കോഷ്യൻ്റ് 0 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, സ്റ്റാർ ഇട്ട് പഠിച്ചോളൂ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കാർബണിൻ്റെ നെഗറ്റീവ്, അത് വാല്യൂ ചോദിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ എവിടെയോ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യൻ്റ് ആണ് കാർബൺ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രാസിൻ്റെ ടെമ്പറേച്ചർ കോഷ്യൻ്റ് 0.001 ആണ്. കോപ്പറിനേക്കാളെല്ലാം ടെമ്പറേച്ചർ കോഷ്യൻ്റ് വളരെ കുറവാണ് ബ്രാസിന്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂസും നമ്മൾക്ക് അറിയാം. നല്ല ടെമ്പറേച്ചർ കോഷ്യൻ്റ് ആവശ്യമുള്ള സ്ഥലത്തെല്ലാം ബ്രാസെല്ലാം യൂസ് ചെയ്യാറുണ്ട് ഇലക്ട്രിക്കൽ. സോ ഇതാണ് ടെമ്പറേച്ചർ കോഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഒരു പട്ടിക. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വാല്യൂസ്, ഏത് റേഞ്ചിലാണ് വാല്യൂസ് കിടക്കുന്നത് എന്നെങ്കിലും നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. എല്ലാം 0.00 തൊട്ടാണ് വരുന്നത്, എല്ലാ മെയിൻ മെറ്റീരിയലിൻ്റെയും. ഇപ്പോൾ ഒരു 4 മെറ്റീരിയൽ തന്നിട്ട് അതിൽ ഏറ്റവും കുറവ് ടെമ്പറേച്ചർ കോഷ്യൻ്റ് ഏതിനാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കോഷ്യൻ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. സോ ഈ നിക്രോമിൻ്റെ എല്ലാം നോക്കി വെക്കണം. കോപ്പറിൻ്റെ തീർച്ചയായിട്ടും ഒന്ന് നോട്ട് ചെയ്തോളൂ. കോപ്പറിൻ്റെ എന്തായാലും നോട്ട് ചെയ്യണം. 0.0040 എന്ന് ആലോചിച്ചാൽ മതി കോപ്പറിൻ്റെ. അതിനേക്കാളും കുറച്ച് കൂടുതലാണ് അലുമിനിയം. ചില ബുക്കുകളിലെല്ലാം ബുക്കുകളനുസരിച്ച് ഇതിന് വ്യത്യാസം വരുന്നുണ്ട്, എന്നാലും ഇത് ഏകദേശം ഓക്കെയാണ്. നമുക്ക് അടുത്തത് റെസിസ്റ്റേഴ്സ്. 2 ടൈപ്പ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഫിക്സഡ് റെസിസ്റ്ററും പിന്നെ വേരിയബിൾ റെസിസ്റ്ററും. ഫിക്സഡ് റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, അതിനൊരു ഫിക്സഡ് വാല്യൂ ആണ്. വേരിയബിൾ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഈ വേരിയബിൾ റെസിസ്റ്റേഴ്സ്, പല ടൈപ്പ് വേരിയബിൾ റെസിസ്റ്റേഴ്സ് ഉണ്ട്. അത് PSCയിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്, അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. സോ ആദ്യം നമുക്ക് ഫിക്സഡ് റെസിസ്റ്റേഴ്സ് നോക്കാം. ഫിക്സഡ് റെസിസ്റ്ററിൽ ഒരു ടൈപ്പ് റെസിസ്റ്ററാണ് വയർ ബോണ്ട് റെസിസ്റ്റർ. ഇത് ഹൈ പവർ ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് ക്വസ്റ്റ്യൻ സാധാരണ കണ്ടിട്ടുള്ളത് ഹൈ പവർ റെസിസ്റ്ററിന് യൂസ് ചെയ്യുന്ന റെസിസ്റ്റർ ഏതാണ്? സോ വയർ ബോണ്ട് റെസിസ്റ്റർ എന്നാണ് അതിൻ്റെ ആൻസർ. ഹൈ പവർ ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് വയർ ബോണ്ട് റെസിസ്റ്ററാണ്. ഇതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറാമിക് കോർ ഉള്ളിലുണ്ടാവും, അതിന് ചുറ്റും നിക്രോം വയർ വൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ വയർ ബോണ്ട് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വയർ ബൗണ്ട് റെസിസ്റ്റർ എന്ന് പറയുന്നത്. നിക്രോം മാത്രമല്ല, വേറെ വയറുകളും ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട് വയർ ബൗണ്ട് റെസിസ്റ്ററിൽ. ഇത് ഹൈ പവർ ആപ്ലിക്കേഷൻ ആണെന്ന് ആൾറെഡി പറഞ്ഞു. സോ നമുക്കിതിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ, ഈ വയറിൻ്റെ നീളവും നമ്മൾ കൂട്ടണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്തോറും ഇതിൻ്റെ വലിപ്പവും കൂടും. സോ ഒരു പരിധിക്ക് മുകളിലോട്ടുള്ള റെസിസ്റ്റൻസിനൊന്നും ഈ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാറില്ല. പിന്നെ കാർബൺ റെസിസ്റ്റർ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ്. ഇത് കാർബൺ ഫിലിം ടൈപ്പാണ്. ഈ രണ്ടാമത്തെ ഇത് കാണിച്ചിരിക്കുന്നത് കാർബൺ കോമ്പോസ്റ്റ് ടൈപ്പാണ്. കാർബൺ കോമ്പോസ്റ്റിൽ കാർബണിൻ്റെ റെസിസ്റ്റൻസ് ഉള്ള കാർബണിൻ്റെ മെറ്റീരിയൽ റെസിസ്റ്ററായിട്ട് യൂസ് ചെയ്യുന്നു. ഇതിൽ ഒരു കാർബൺ ഫിലിമാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ചുറ്റും ഇൻസുലേഷൻ ഉണ്ടാവും.
ഇതാണ് നോർമലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് സർക്യൂട്ടിലല്ല ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ റെസിസ്റ്ററാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഷ്ടംമാതിരി. പിന്നെ അതർ ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് മെയിനായിട്ടുള്ളത് മെറ്റൽ ഓക്സൈഡ് റെസിസ്റ്റർ, മോൾഡർ റെസിസ്റ്റർ, സെർമെൻറ്റ് റെസിസ്റ്റർ. ഈ മെറ്റൽ ഓക്സൈഡ് ടൈപ്പിൽ മെറ്റൽ ഫിലിം ഉണ്ട്, മെറ്റൽ ഓക്സൈഡ് ഫിലിം ഉണ്ട്, മോൾഡഡ്, ഇൻസുലേറ്റഡ് മോൾഡഡ്, അങ്ങനെ എല്ലാ ടൈപ്പുകളും ഉണ്ട്. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. വേരിയബിൾ റെസിസ്റ്റേഴ്സ്. ഈ വേരിയബിൾ റെസിസ്റ്റേഴ്സിൻ്റെ പേരും അതേപോലെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ റെസിസ്റ്റൻസ് മാറുന്നത് എന്നുള്ളതും ആണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ചോദിച്ചു കണ്ടിട്ടുണ്ട് എക്സാമിനെല്ലാം. പൊട്ടൻഷ്യോമീറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ടിട്ടുണ്ടാവും. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു ഫിഗർ. പൊട്ടൻഷ്യോമീറ്ററിൽ ഒരു നോബുണ്ട്. ഈ നോബ് നമ്മൾ തിരിക്കുകയാണെങ്കിൽ, നോബ് തിരിച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഇതിൽ വേരി ആവും. ഇതിന് 3 പോയിൻ്റ് ഉണ്ടാവും. ഒരു VCC, ഗ്രൗണ്ട്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 3 പോയിൻ്റ് കാണും. തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്നത് സാധാരണ രീതിയിൽ ഒരു കാർബൺ റെസിസ്റ്റർ, ഇങ്ങനെ കാർബണിൻ്റെ ഒരു ഇത് ഉണ്ടാവും, വീല് പോലെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ ഒരു സ്ലൈഡ് ചെയ്യാനുള്ള ഒരു കോണ്ടാക്റ്റും ഉണ്ടാവും, ഒരു സ്പ്രിങ് കോണ്ടാക്റ്റ്, ഒരു സ്പ്രിങ് പോലെ ഒരു കോണ്ടാക്റ്റും ഉണ്ടാവും. അതിൻ്റെ മുകളിൽ കൂടി സ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിയോസ്റ്റാറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് റിയോസ്റ്റാറ്റിൻ്റെ ഫിഗറാണ്. റിയോസ്റ്റാറ്റിൽ അതുപോലെ തന്നെയാണ്, നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഇത് സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ വേരി ചെയ്യാൻ പറ്റും. ഈ ഒരു പൊസിഷനിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 0 റെസിസ്റ്റൻസ് ആയിരിക്കും. ഈ ഒരു പൊസിഷനിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം റെസിസ്റ്റൻസ് വരും. അതാണ് റിയോസ്റ്റാറ്റ്. നമ്മൾ ലാബിലെല്ലാം എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ റിയോസ്റ്റാറ്റ് എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും. റിയോസ്റ്റാറ്റിലെ ഈ ഭാഗത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ 0 ടെമ്പറേച്ചർ കോഷ്യൻ്റ് ഉള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യാറ്. നമ്മൾ നേരത്തെ പഠിച്ചു, യുറേക്ക, മെഗ്നാനിൻ എല്ലാം പഠിച്ചു. അതാണ് ഇവിടെ യൂസ് ചെയ്യാറ്. അത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ക്വസ്റ്റ്യൻ വന്നാൽ ആ ഓപ്ഷനിൽ അതെല്ലാം ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ എഴുതേണ്ടത്. വേറെയും മെറ്റീരിയലെല്ലാം യൂസ് ചെയ്യാറുണ്ട്. ട്രിമ്മർ എന്ന് പറഞ്ഞാലും അതൊരു വേരിയബിൾ റെസിസ്റ്ററാണ്. ഇതൊരു സ്ക്രൂ പോലെ ഒരു നോബ് ഉണ്ടാകും. അതിൽ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ പറ്റും. അടുത്തത് തെർമിസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ടെമ്പറേച്ചറിനനുസരിച്ച് വേരി ചെയ്യുന്ന റെസിസ്റ്ററാണ് തെർമിസ്റ്റർ. ടെമ്പറേച്ചറിനനുസരിച്ച് വേരി ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ടെമ്പറേച്ചർ. ഇത് പല സെൻസറുകളിലും എല്ലാം യൂസ് ചെയ്യാറുണ്ട് തെർമിസ്റ്റർ. സാധാരണ രീതിയിൽ നെഗറ്റീവ് കോഷ്യൻ്റ് ആയിരിക്കും ടെമ്പറേച്ചർ. നെഗറ്റീവ് കോഷ്യൻ്റ് മെറ്റീരിയലായിരിക്കും ഈ തെർമിസ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. സോ NTC ആണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യൻ്റ് ആണ് NTC. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യൻ്റ് ആയിരിക്കും തെർമിസ്റ്ററുകൾക്ക് സാധാരണ കാണുക. പക്ഷേ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഷ്യൻ്റ് ഉള്ള തെർമിസ്റ്ററുകളും അവൈലബിൾ ആണ്. PSCയിൽ പറയുന്നത് തെർമിസ്റ്ററുകളെല്ലാം നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യൻ്റ് ആയിരിക്കും എന്നാണ് PSC പറയുന്നത്. സോ തെർമിസ്റ്ററിൻ്റെ ഒരു ക്യാര ചോദിച്ചിട്ട് ഇങ്ങനെ എന്തായിരിക്കും തെർമിസ്റ്ററിൻ്റെ ക്യാര എന്ന് ചോദിച്ചിട്ട് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷ്യൻ്റ് ആയിരിക്കുമെന്ന് ഓപ്ഷനിലുണ്ടെങ്കിൽ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. സോ തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസിന് ചേഞ്ച് വരുന്നതാണ് തെർമിസ്റ്റർ. ഇത് യൂസ് ചെയ്യുന്ന സെൻസേഴ്സിലും എല്ലാം ആണ്. വാരിസ്റ്റർ അല്ലെങ്കിൽ VDR, വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. വാരിസ്റ്റർ എന്ന് പറയുക അല്ലെങ്കിൽ VDR, ഇതും ചോദിക്കാറുണ്ട്. വോൾട്ടേജിനനുസരിച്ച് റെസിസ്റ്റൻസിന് ചേഞ്ച് വരുന്ന ഡിവൈസ് എന്താണെന്ന്. അത് ഒന്നില്ലെങ്കിൽ VDR തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാരിസ്റ്റർ തന്നിട്ടുണ്ടാവും. വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ അല്ലെങ്കിൽ VDRൻ്റെ ഫുൾ ഫോം ചോദിക്കും, അങ്ങനെയും ചോദിക്കാറുണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ താഴെ തന്നിരിക്കുന്നത് നോൺ ഓമിക്, നോൺ ലീനിയർ ഏതാണെന്ന് ചോദിക്കും. നോൺ ഓമിക്കോ നോൺ ലീനിയറോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാരിസ്റ്ററാണ്. കാരണം എന്താണ്? ഓംസ് ലോ ഇത് ഫോളോ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവും. വോൾട്ടേജ് മാറുന്നതിനനുസരിച്ച് ഇതിന് റെസിസ്റ്റൻസിന് മാറ്റം വരുന്നുണ്ട്. ഓക്കെ, വോൾട്ടേജ് മാറുന്നതനുസരിച്ച് റെസിസ്റ്റൻസിന് മാറ്റം വരുന്നുണ്ട്. ഓംസ് ലോയിൽ റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്, അല്ലേ? ഓംസ് ലോയിൽ റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇതിൽ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിന് മാറ്റം വരും. സോ ഇത് നോൺ ഓമിക് ആണ്, നോൺ ലീനിയർ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്.
LDR, light dependent resistance. R decreases with the increase of light. R decreases with the increase of light. ലൈറ്റിന് അനുസരിച്ച് റെസിസ്റ്റൻസ് മാറുന്ന റെസിസ്റ്റൻസ് ആണ് LDR, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റൻസ്. R എന്താണ് ചെയ്യുന്നത്? ലൈറ്റ് കൂടുന്തോറും എന്താ ചെയ്യുന്നത്? R റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഡെക്കേഡ് റെസിസ്റ്റർ ബോക്സ്. ഡെക്കേഡ് റെസിസ്റ്റർ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെരിമെൻറ്റിലല്ല യൂസ് ചെയ്യുന്ന ഒരു റെസിസ്റ്ററാണ്. ഇത് ഇവിടെ ഈ രണ്ട് സ്ഥലത്ത് നമ്മൾ കുത്തിയാൽ ഒരെൻ്റെ ഇവിടെയും കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനിടയിലുള്ള റെസിസ്റ്റൻസ് നമുക്ക് ഇതിൽ വെച്ച് വേരി ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇൻറ്റു 1 ടേമിൽ ഇൻറ്റു 1 ഓം റേഞ്ചിൽ 100 ഓം റേഞ്ചിൽ 1 കിലോ ഓം റേഞ്ചിൽ അങ്ങനെയെല്ലാം നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ നമുക്കിപ്പോൾ ഒരു 1200 വേണമെന്നുണ്ടെങ്കിൽ 1250 വേണമെന്നുണ്ടെങ്കിൽ ഈ നോബുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 1000 നോബ് വെച്ചിട്ട് 1000 എടുത്തു വെക്കാം. ബാക്കി അതിന് മുകളിലോട്ടുള്ളതെല്ലാം 0 വെക്കാം. പിന്നെ 100 നോബ് അഡ്ജസ്റ്റ് ചെയ്ത് 2 വെച്ച് കഴിഞ്ഞാൽ 1200 ആയി. പിന്നെ 10 നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 50 വേണ്ടതെന്നുണ്ടെങ്കിൽ 5 കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ 1250. അങ്ങനെയുള്ളൊരു ഡിവൈസാണ് ഡെക്കേഡ് റെസിസ്റ്റർ ബോക്സ്. ഇത് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ ഇതെല്ലാം കാണും. അപ്പോൾ നമ്മൾ ഇത് ഡെക്കേഡ് റെസിസ്റ്റർ ബോക്സ് എന്ന് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഡെക്കേഡ് ബോക്സ് എന്ന് കാണുകയാണെങ്കിൽ അത് വേരിയബിൾ റെസിസ്റ്റൻസ് ആണ് നമുക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മൾ ഓപ്ഷനിൽ കാണുമ്പോൾ നമുക്കിത് അറിയണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ ഓപ്ഷനിൽ ഇത് തരികയാണെങ്കിൽ ഇത് വേരിയബിൾ റെസിസ്റ്റർ ആണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. ഓക്കെ, ഇതാണ് റെസിസ്റ്റേഴ്സിൻ്റെ ക്ലാസ്.